വെൽക്കം ബാക്ക് ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. അപ്പൊ നമ്മുടെ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ കുറച്ച് ഭാഗം കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് നമ്മൾ നിർത്തിയത് എവിടെ വരെയായിരുന്നു? നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷണൽ ചേഞ്ചസ് അല്ലെ. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ നമ്മൾ എംബ്രിയോ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ എംബ്രിയോ ഡെവലപ്മെന്റ് പറഞ്ഞ് നമ്മൾ നിർത്തിയപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? എംബ്രിയോയുടെ പാർട്സ് പറഞ്ഞായിരുന്നു അല്ലെ. സൈഗോട്ടാണ് എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് സൈഗോട്ടിൽ ഏത് ഡിവിഷൻ നടക്കും? മൈറ്റോഡി ഡിവിഷൻ നടക്കും അല്ലെ. സൈഗോട്ടില് കണ്ടിന്യൂസ് മൈറ്റോഡി ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? എംബ്രിയോ ഫോം ചെയ്യും. അപ്പൊ എംബ്രിയോ ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിന് ഡിഫറെന്റ് സ്റ്റേജസ് ഒന്ന് റീകോൾ ചെയ്യുക. ഏതൊക്കെയാണ്? പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ സ്റ്റേജ്, ദെൻ നെക്സ്റ്റ് നമ്മുടെ ഹാർട്ട് ഷേപ്പ് സ്റ്റേജ്, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യും? അത് മെച്യൂർ എംബ്രിയോ ആയിട്ട് മാറും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? നമ്മൾ ഡൈക്കോട്ട് എംബ്രിയോ, മോണോകോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കുക. ഏത് എംബ്രിയോ ആണെങ്കിലും മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ എന്തായിരിക്കും? കോട്ട്ലിഡൻസും എംബ്രിയോണൽ ആക്സിസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡൈക്കോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ നോക്കാം. എന്തായിരിക്കും പാർട്സ് ഉണ്ടാവുക? എംബ്രിയോ എന്ന് പറയുമ്പോ എന്തൊക്കെയുണ്ട്? ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് എന്താ ഉള്ളത്? കോട്ട്ലിഡൻസ് ഉണ്ടാവും. എംബ്രിയോണൽ ആക്സിസും കോട്ട്ലിഡനും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഡൈക്കോട്ട് എംബ്രിയോ ആയതുകൊണ്ട് എന്തുണ്ടാവും? വിച്ച് മെയിൻലി കൺസിസ്റ്റ് ഓഫ് 2 കോട്ട്ലിഡൻസ്. 2 കോട്ട്ലിഡൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്? ഡൈക്കോട്ട്ലിഡൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഡൈക്കോട്ട്ലിഡൻസില് നമുക്ക് ബീൻ, പീ പ്ലാന്റ്സ്, അതൊക്കെ നമുക്ക് എന്താണ്? ഡൈക്കോട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് നോക്കിയാൽ മതി? വെയിൻസ് നോക്കിയാൽ മതി അല്ലെ. റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ്. ഇനി റൂട്ട് സിസ്റ്റം ആണെങ്കിൽ എന്താണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? അത് ഡൈക്കോട്ടാണ്. അതേസമയം പാരലൽ വെനേഷനും ഫൈബറസ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? അത് മോണോകോട്ട് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ 2 കോട്ട്ലിഡൻസ് ആണ്. എന്താ കോട്ട്ലിഡൻസിന്റെ ഫംഗ്ഷൻ? മെയിൻ ആയിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യും അല്ലെ. അപ്പൊ നമുക്കിവിടെ ഡൈക്കോട്ട് എംബ്രിയോ, മോണോകോട്ട് എംബ്രിയോ പഠിക്കുമ്പോൾ നമുക്ക് ഡൈക്കോട്ട് എംബ്രിയോയിൽ 2 കോട്ട്ലിഡൻസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എംബ്രിയോണൽ ആക്സിസിന്റെ മെയിൻ ആയിട്ടുള്ള റീജിയൻസ് എന്തൊക്കെയാ? മെയിൻ ആയിട്ടുള്ള റീജിയൻസ് എന്താണ്? ഏറ്റവും ഫസ്റ്റ് പ്ലിമ്യൂൾ. പ്ലിമ്യൂൾ ആണ് എന്തായിട്ട് മാറുന്നത്? ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു ഷൂട്ട് സിസ്റ്റം ഓർ ദ പാർട്ട് ദാറ്റ് ഈസ് സീൻ എബവ് ദ ഗ്രൗണ്ട് അല്ലെ. ഏറ്റവും ലോവർ സൈഡിൽ എന്ത് വരും? റാഡിക്കിൾ. റാഡിക്കിൾ ആണ് എന്തായിട്ട് മാറുന്നത്? ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു റൂട്ട് സിസ്റ്റം. That is commonly seen below the ground. And then next എന്താ പറഞ്ഞത്? എപ്പികോട്ടൈൽ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. And then ഹൈപ്പോകോട്ടൈൽ. എപ്പികോട്ടൈൽ എന്ന് പറഞ്ഞ എന്താണ്? കോട്ട്ലിഡൻസിന്റെ തൊട്ട് മുകളിലുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ പോർഷനും ഹൈപ്പോകോട്ടൈൽ എന്ന് പറഞ്ഞ എന്താണ്? ദ പോർഷൻ ഓഫ് ദ എംബ്രിയോണൽ ആക്സിസ് ജസ്റ്റ് ബിലോ ദ കോട്ട്ലിഡൻസ്. അതാണ് നമുക്ക് ഹൈപ്പോകോട്ടൈൽ ആൻഡ് എപ്പികോട്ടൈൽ. അപ്പൊ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഹൈപ്പോകോട്ടൈൽ കാണാൻ പറ്റും അല്ലെ. നമ്മുടെ കോട്ട്ലിഡൻസിന്റെ തൊട്ട് താഴെ വരുന്ന ഇത്രയും പോർഷനാണ് നമുക്ക് എന്ത്? എംബ്രിയോണൽ ആക്സിസ്. അപ്പൊ റാഡിക്കൽ വന്നു, പ്ലിമ്യൂൾ വന്നു, ദെൻ കോട്ട്ലിഡൻസ് വന്നു, ഹൈപ്പോകോട്ടൈൽ വന്നു. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? ഈ റാഡിക്കലിന് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട് അല്ലെ. അതിനെ പറയുന്ന പേരാണ് റൂട്ട് ക്യാപ്പ്. നമ്മൾ എന്തിനാ ക്യാപ്പ് വയ്ക്കുന്നത്? നമ്മുടെ ഹെഡിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ അല്ലെ. അതേപോലെ തന്നെ റൂട്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സ്ട്രക്ചർ ആണ് നമുക്ക് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. റൂട്ട് ക്യാപ്പ് നമ്മുടെ ഈ ടെറസ്ട്രിയൽ പ്ലാന്റ്സിനൊക്കെ നല്ല വെൽ ഡെവലപ്ഡ് ആണ്. അതേസമയം നമ്മുടെ അക്വാട്ടിക് പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഹൈഡ്രോഫൈറ്റ്സിനൊക്കെ ആണെങ്കിൽ റൂട്ട് ക്യാപ്പ് ഉണ്ടാവില്ല. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള വരുന്ന പോർഷൻ. അപ്പൊ എപ്പികോട്ടയില് ഫസ്റ്റ് ഇലോങ്ങേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പികോട്ടയിൽ ഫസ്റ്റ് ഇലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഗ്രൗണ്ടിന്റെ മുകളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എബോവ് ദ ഗ്രൗണ്ട് ആരായിരിക്കും വരിക? പ്ലിമ്യൂൾ വരും, അല്ലെങ്കിൽ ഷൂട്ട് സിസ്റ്റം വരും. അതേസമയം ഹൈപ്പോകോട്ടയിൽ ഫസ്റ്റ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ തൊട്ട് മുകളിൽ വരുന്ന നമ്മുടെ കോട്ട്ലിഡൻസ് ആണ് മുകളിലേക്ക്, നമ്മുടെ സോയിലിന്റെ മുകളിലേക്ക് ഫസ്റ്റ് എമർജ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഈ 2 പോർഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞത്? നമ്മള് എപ്പികോട്ടയിലാണ് ഫസ്റ്റ് ഇലോങ്ങേറ്റ് ചെയ്യുവാണെങ്കിൽ
സോയിലിന്റെ മുകളിലേക്ക് ആര് വരും? ആദ്യം പ്ലിമ്യൂൾ വരും. ഹൈപ്പോകോട്ടയിലാണ് ഫസ്റ്റ് ഇലോങ്ങേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കോട്ടിലിഡൻസ് ആണ് ഫസ്റ്റ് എമർജ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ റൂട്ട് ക്യാപ്പ് പറഞ്ഞു. അപ്പൊ ഇത്രയും റീജിയൻസ് ആണ് നമുക്ക് എവിടെ വരും? നമ്മുടെ ഡൈക്കോട്ട് എംബ്രിയോയുടെ പോർഷൻ. ഇനി നോക്കിക്കേ, ഇവിടെ മോണോകോട്ട് എംബ്രിയോ ആണെങ്കിൽ എത്ര കോട്ടിലിഡൻസ് ഉണ്ട്? ഒറ്റ കോട്ടിലിഡൻസ് ഉള്ളൂ. കാരണം ഈ മോണോകോട്ട് എംബ്രിയോയുടെ മേജർ പോർഷൻ എന്താന്ന് അറിയാൻ നിൽക്കുന്നത് എൻഡോസ്പേം ആണ് മെയിൻ ആയിട്ട് നിൽക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും അതാണ് നമ്മൾ ഈ മോണോകോട്ട് പ്ലാന്റ്സിന് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ഫുഡായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൈസ്, വീറ്റ് ഇതൊക്കെ നമുക്ക് ആ ഗ്രൂപ്പിലാണ്. അപ്പൊ നമുക്കിവിടെ ഇതിൽ നമുക്ക് മോണോകോട്ട് എംബ്രിയോ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയുള്ളത്? ഒരു എംബ്രിയോണൽ ആക്സിസും ദെൻ നെക്സ്റ്റ് എന്തുണ്ടായിരിക്കും? അതിന് കോട്ടിലിഡൻസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് എത്ര കോട്ടിലിഡൻസ് ആണ്? 2 കോട്ടിലിഡൻസ് ഇല്ല. ദെർ ഈസ് ഓൺലി എ സിംഗിൾ കോട്ടിലിഡൻസ്. അതുപോലെ തന്നെ എംബ്രിയോണൽ ആക്സിസിന് എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് ഇതുപോലെ തന്നെ ഹൈപ്പോകോട്ടയിൽ, എപ്പികോട്ടയിൽ, പ്ലിമ്യൂൾ, റാഡിക്കിൾ ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് വേറെ കുറച്ച് പോർഷൻസും കൂടി ഉണ്ട്. ഈ റീജിയൻസ് ഒക്കെ ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ നമുക്ക് വരുന്നതാണ് ഈ റാഡിക്കിളിന് തൊട്ട് താഴെ എന്തുണ്ട്? ഓൾറെഡി റൂട്ട് ക്യാപ്പ് ഉണ്ട്, പ്രൊട്ടക്ഷൻ. അത് കൂടാതെ നമുക്ക് റാഡിക്കിളിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ലെയർ ഉണ്ട്. നമ്മുടെ മോണോകോട്ട് സീഡ്സിൽ മാത്രം കാണുന്ന ഒരു സ്ട്രക്ചറാണ്. ഓൾറെഡി നമ്മൾ പറയുന്ന പ്ലിമ്യൂള്, റാഡിക്കിള്, അതുപോലെ തന്നെ ഹൈപ്പോകോട്ടയിൽ, എപ്പികോട്ടയിൽ ഈ എല്ലാ പോർഷനും ഉണ്ട്. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ എംബ്രിയോണൽ ആക്സിസിന് എന്തൊക്കെയുണ്ട്? പ്ലിമ്യൂൾ, എപ്പികോട്ടയിൽ, ഹൈപ്പോകോട്ടയിൽ, റാഡിക്കിൾ. ഈ പോർഷനൊക്കെ ഓൾറെഡി എല്ലാ എംബ്രിയോയിലും ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഈ നമ്മുടെ മോണോകോട്ട് എംബ്രിയോയുടെ കേസിൽ ഒരു കാര്യം കൂടിയുണ്ട്. പ്ലിമ്യൂളിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ലെയർ ഉണ്ട്, റാഡിക്കിളിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ലെയർ ഉണ്ട്. അപ്പൊ നമുക്ക് റാഡിക്കിളിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ലെയറിനെ പറയുന്ന പേരാണ് കോളിയോ റൈസ എന്ന് പറയും. കോളിയോ റൈസ. അതേസമയം പ്ലിമ്യൂളിന് പ്രൊട്ടക്റ്റീവ് കവറിങ് കൊടുക്കുന്നതാണ് കോളിയോപ്റ്റൈൽ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? കോളിയോപ്റ്റൈലും കോളിയോറൈസ്. ഇതിനെ അഡ്വാൻസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് എന്താണുള്ളത്? ഇവിടെ മോണോകോട്ടിൽ നമ്മള് പ്ലിമ്യൂളിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ടുള്ള കോളിയോപ്റ്റൈൽ കണ്ടോ? ഇവിടെ കണ്ടോ? ഇതാണ് നമ്മുടെ ഷൂട്ടപെക്സ്. ഷൂട്ടപെക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതെന്താണ്? ഇത് തന്നെയാണ് നമ്മുടെ പ്ലിമ്യൂൾ എന്ന് പറയുന്ന പോർഷൻ അല്ലെ? ഷൂട്ടപെക്സ് ആണ്, പ്ലിമ്യൂളിനാണ് ഷൂട്ടപെക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. റാഡിക്കിൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഈ ഷൂട്ടപെക്സിന് മുകളിൽ കണ്ടോ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്ന ഈ പോർഷനെയാണ് എന്ത് പറയുന്നത്? കോളിയോപ്റ്റൈൽ എന്ന് പറയും. അപ്പൊ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ പോർഷനിൽ നിന്ന് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്ലിമ്യൂൾ, കോളിയോപ്റ്റൈൽ, സ്റ്റഡി ദ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റാഡിക്കിളിന്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് എന്താ പറയാ? ഡാഷ് എന്ന് പറഞ്ഞു കൊടുക്കും. എന്തായിരിക്കും റാഡിക്കിളിന്റെ പ്രൊട്ടക്റ്റീവ് കവറിങ്? ദാറ്റ് ഈസ് കോൾഡ് കോളിയോറൈസ. കണ്ടോ? ഇത് റാഡിക്കിൾ ആണ്. റാഡിക്കിളിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ട് റൂട്ട് ക്യാപ്പ് ഉണ്ട്. അതിന്റെ താഴെ നമുക്ക് കോളിയോറൈസ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അത് മോണോകോട്സിലാണ് കാണുന്നത്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നത്. പ്ലിമ്യൂളിന്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് കോളിയോപ്റ്റൈലും റാഡിക്കിളിന്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ഏതാണ്? കോളിയോറൈസ. ഇനി നോക്കിക്കേ ഇവിടെ. ഇനി നെക്സ്റ്റ് എന്താണ്? സിംഗിൾ. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒറ്റ കോട്ടിലിഡൻ, ദെർ ഈസ് ഓൺലി എ സിംഗിൾ കോട്ടിലിഡൻ. ഈ കോട്ടിലിഡനെ മോണോകോട്ടിൽ ഒരു പേര് പറയും. ഒരു ഷീൽഡ് ഷേപ്പ് ആയിട്ടുള്ള കോട്ടിലിഡൻസ് ആണ്. ദിസ് ഈസ് കോൾഡ് സ്ക്യൂട്ടെല്ലം എന്ന് പറയും. സ്ക്യൂട്ടെല്ലം. അപ്പൊ ഇതിന്റെ ഷേപ്പ് ഒരു സിംഗിൾ ഷീൽഡ് ഷേപ്പ് ആയിട്ടുള്ള കോട്ടിലിഡൻസ് ആണ്. ഇനി നമ്മുടെ പിക്ചറിലേക്ക് ഒന്ന് നോക്കിക്കേ. സ്ക്യൂട്ടെല്ലം കാണാൻ പറ്റുമെന്ന് കണ്ടോ? നമുക്ക് ഇതാണ് നമ്മുടെ കോട്ടിലിഡൻസിന്റെ പോർഷൻ. കണ്ടോ? ഇത്രയും ഭാഗമാണ് കോട്ടിലിഡൻസ്. അപ്പോ ഈ കോട്ടിലിഡൻസ് ഒരു സിംഗിൾ കോട്ടിലിഡൻസേ ഉള്ളൂ. നമ്മുടെ എംബ്രിയോണൽ ആക്സിസ് ഇത്രയും ഭാഗം എവിടെ വരും? ഇത്രയും പോർഷൻ എന്താണ്? എംബ്രിയോണൽ ആക്സിസ് ആണ്. അതിന്റെ സൈഡിൽ ഒരു കോട്ടിലിഡൻ. ആ കോട്ടിലിഡനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടെല്ലം. സ്ക്യൂട്ടെല്ലം എന്ന് പറയും. സിംഗിൾ ഷീൽഡ് ഷേപ്പ് കോട്ടിലിഡൻസ് ഇൻ ദ മോണോകോട്ട്. അത് നമ്മളൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ കോട്ടിലിഡൻ ഇൻ മോണോകോട്ട് ഈസ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അതിനെ പറയുന്നതാണ് എന്ത്? സ്ക്യൂട്ടെല്ലം എന്ന് പറയും. നെക്സ്റ്റ് നോക്കിക്കേ. ഇനി ഇവിടെ ഒരു സ്ട്രക്ചറും കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് എപ്പിബ്ലാസ്റ്റ് എന്ന് പറയും. എപ്പിബ്ലാസ്റ്റ് അതായത്
ഡൈക്കോട്ടിലാണെങ്കിൽ എത്ര കോട്ടിലിഡൻസ് ഉണ്ട്? 2 കോട്ടിലിഡൻസ് ഉണ്ട്. മോണോകോട്ടിൽ സിംഗിൾ കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സെക്കൻഡ് കോട്ടിലിഡൻ എന്തായിട്ട് കാണും? ഒരു റെഡിമെന്ററി ആയിട്ട്, ഇത് ജസ്റ്റ് ഇത് ഹൈലി ഡെവലപ്പ് ചെയ്യാതെ ഒരു ചെറിയൊരു ഔട്ട് ഗ്രോത്ത് പോലെ കാണും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിബ്ലാസ്റ്റ്. എപ്പിബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സെക്കൻഡ് കോട്ടിലിഡന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അത് എന്തുപോലെന്നാണ്? ഒരു പ്രൊജക്റ്റഡ് സ്ട്രക്ചർ പോലെ നമ്മുടെ എംബ്രിയോണൽ ആക്സിസിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ആയിട്ട് കാണാൻ പറ്റും. ഒരു പ്രൊജക്റ്റഡ് പാർട്ടാണ്. അത് എന്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടാണ് പറയുന്നത്? ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദി റെപ്രസെന്റേഷൻ ഓഫ് ഏത് കോട്ടിലിഡൻ ആണ്? സെക്കൻഡ് കോട്ടിലിഡൻ. സിംഗിൾ കോട്ടിലിഡനേ ഉള്ളൂ. രണ്ടാമത്തെ കോട്ടിലിഡൻ എന്തായിട്ട് മാറി എന്ന് പറയും? അതൊന്ന് റെഡിമെന്ററി ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് അതിന്റെ സ്ട്രക്ചർ ഭയങ്കര റെഡ്യൂസ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എപ്പിബ്ലാസ്റ്റ് ഈസ് കൺസിഡർ ആസ് ദി ഹൈലി റെഡ്യൂസ്ഡ് സെക്കൻഡ് കോട്ടിലിഡൻ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി മോണോകോട്ട്. അപ്പൊ നമുക്ക് ഡൈക്കോട്ടും മോണോകോട്ട് എംബ്രിയോ തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ നോക്കിക്കേ, എംബ്രിയോണൽ ആക്സിസിന്റെ 4 പോർഷൻ സെയിം ആണ്. അഡീഷണൽ ആയിട്ട് എന്തുണ്ട് ഇവിടെ? കോളിയോപ്റ്റൈലും കോളിയോറൈസ്. കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പ്ലിമ്യൂളിന്റെ പ്രൊട്ടക്റ്റീവ് കവറിങ്ങും, കോളിയോറൈസ എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് റാഡിക്കലിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ നമുക്കിവിടെ 2 കോട്ടിലിഡൻസ് ആണ്. ഇവിടെ എന്താ ഉള്ളത്? സിംഗിൾ കോട്ടിലിഡൻസ് മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ എന്ത് പറയും? സ്ക്യൂട്ടല്ലം എന്ന് പറയും. അപ്പൊ ഈ മോണോകോട്ട് എംബ്രിയോ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ നറിഷ്മെന്റ്സ് എവിടെയാ സ്റ്റോർ ചെയ്യുന്നത്? എൻഡോസ്പേമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ മോണോകോട്ട് സീരീസിന്റെ ഒരു മോണോകോട്ട് എംബ്രിയോയുടെ ഒരു എക്സാമ്പിളും കൂടി ഒന്ന് പറയാം. ഡൈക്കോട്ട് നമ്മൾ എക്സാമ്പിൾ ഏതാ പറഞ്ഞത്? നമ്മുടെ റെട്ടിക്കുലേറ്റ് വെനേഷൻ കാണിക്കുന്ന ഏത് പ്ലാന്റ്സും കൊടുക്കാം. ബീൻ, പീ, നമ്മൾ എഡിബിൾ ആയിട്ടുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെ നമ്മുടെ കാഷ്യൂ എന്നൊക്കെ കൊടുക്കാം. അതേസമയം നമുക്ക് മോണോകോട്ട് എംബ്രിയോയ്ക്ക് നമുക്ക് എക്സാമ്പിൾ ഏതാ കൊടുക്കേണ്ടത്? നമ്മുടെ റൈസ്, അതുപോലെ വീറ്റ്, കൊക്കനട്ട്, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? നമുക്ക് മോണോകോട്ട് എംബ്രിയോ. ഇതാണ് നമുക്ക് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് എംബ്രിയോയുടെ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഡൈക്കോട്ടിൽ 2 കോട്ടിലിഡൻ, മോണോകോട്ടിൽ സിംഗിൾ കോട്ടിലിഡൻ, സ്ക്യൂട്ടല്ലം, ദെൻ എംബ്രിയോണൽ ആക്സിസ്, പ്ലിമ്യൂൾ റാഡിക്കൽ, കോളിയോപ്റ്റൈൽ, കോളിയോറൈസ, അല്ലെ? അതുപോലെ തന്നെ നമുക്ക് എപ്പികോട്ടൈൽ, ഹൈപ്പോകോട്ടൈൽ. ഇത് മോണോകോട്ടിലെ മാത്രം ക്യാരക്ടേഴ്സ്. ഇവിടെയാണെങ്കിൽ ഈ സ്ട്രക്ചേഴ്സ് നമ്മളവിടെ ഇല്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇത്രയും പോർഷൻസ് പറഞ്ഞാൽ നമുക്ക് എന്ത് കഴിഞ്ഞു? നമ്മുടെ എംബ്രിയോടെ കഴിഞ്ഞു. നമ്മുടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ നമ്മൾ ആദ്യം എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് പഠിച്ചു, ദെൻ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് പഠിച്ചു. ഇനി നെക്സ്റ്റ് എന്താ പറയണ്ടേ? നമുക്ക് സീഡിന്റെ ഡെവലപ്മെന്റ്. അല്ല, എംബ്രിയോ കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണ്? സീഡ്. സീഡ് എന്താ എവിടുന്ന ഡെവലപ്പ് ചെയ്ത്? നമ്മുടെ ഓവ്യൂളാണ് എന്തായിട്ട് മാറണത്? സീഡായിട്ട് മാറണം. എപ്പോ? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, അല്ലെ? അപ്പൊ നോക്കിക്കേ, ഈ സീഡ് എന്താ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവുക? എംബ്രിയോനെ എൻക്ലോസ് ചെയ്യും, അല്ലെ? എംബ്രിയോയുടെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞു, അല്ല? അപ്പൊ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് സൈഗോട്ട് എംബ്രിയോ ആവും. അറ്റ് ദ സെയിം ടൈം ഈ ഓവ്യൂള് അങ്ങനെ തന്നെ എന്തായിട്ട് മാറുവാണ്? നമുക്ക് ഒരു സീഡായിട്ട് മാറും. അപ്പൊ സീഡിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഈ ഓൾറെഡി എംബ്രിയോ ഉണ്ട്, അല്ലെ? അത് കൂടാതെ എംബ്രിയോനെ കവർ ചെയ്തിട്ട് ഒരു സീഡ് കോട്ടും കൂടിയും കാണാൻ പറ്റും. അപ്പൊ നോക്കുക, നമുക്ക് സീഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ എവിടുന്നാ ഫോം ചെയ്യുന്നത്? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്തായിട്ടാ മാറണത്? ഓവ്യൂൾ ആണ്. ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻ ടു ഏത് പാർട്ടാണ്? ഓവ്യൂള്. ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻ ടു എ സീഡ്, അല്ലെ? ഓവ്യൂൾ ആണ് സീഡായിട്ട് മാറുക. അപ്പൊ നോക്കിക്കേ, ഒരു സീഡ് എന്ന് പറയുമ്പോൾ അതിനെന്താ ഉള്ളത്? ഇത്രയും പോർഷൻസ് വന്നാൽ എന്തായി അത്? ദിസ് ഈസ് കോൾഡ് എംബ്രിയോ, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? സീഡിന്റെ ഉള്ളിൽ എന്ത് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്? എംബ്രിയോനെ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എന്തുണ്ട്? അതിനൊരു സീഡ് കോട്ട് ഉണ്ട്. പിന്നെ വേറെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പാർട്സും കൂടിയും പറയാം. അപ്പൊ നോക്കിക്കേ, നമ്മുടെ കോട്ടിലിഡൻസ്, ഇതോടെ കോട്ടിലിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? 2 കോട്ടിലിഡൻസ് ആണെങ്കിൽ അത് എന്തായി മാറി? ഡൈക്കോട്ടായി. സിംഗിൾ ആണെങ്കിൽ മോണോകോട്ടായി. അപ്പൊ നോക്കുക, കോട്ടിലിഡൻസ്, എംബ്രിയോണൽ ആക്സിസിന്റെ പോർഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ് എന്താ ഉള്ളത്? സീഡ് കോട്ട്. സീഡ് കോട്ടിന്റെ എന്താണ്? ഏത് ഭാഗമാണ് സീഡ് കോട്ടായിട്ട് മാറുന്നത്? ഓവ്യൂള് സീഡ് ആവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻഡഗ്മെന്റ്സ്. ഇൻഡഗ്മെന്റ്സ് ആണ് എന്തായിട്ട് മാറണത്? സീഡിന്റെ കോട്ടായിട്ട് മാറും. ഇൻഡഗ്മെന്റ്സ് ആണ് സീഡ് കോട്ട്. അപ്പൊ ഇൻഡഗ്മെന്റ്സിന് 2 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഔട്ടർ ഇൻഡഗ്മെന്റും ഉണ്ട്, ഇന്നർ ഇൻഡഗ്മെന്റും ഉണ്ട്, അല്ലെ? അപ്പൊ സീഡ് കോട്ടിനും അതുപോലെ തന്നെ എന്താണ്? 2 ലെയേഴ്സ് ആണ്, ടെസ്റ്റ ആൻഡ് ടെഗ്മെന്റ്. ടെസ്റ്റ് എവിടുന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ഔട്ടർ കോട്ടാണ്. അപ്പൊ എവിടുന്ന് ഡെവലപ്പ് ചെയ്യും?
നമ്മുടെ ഔട്ടർ ഇന്റഗ്മെന്റിൽ നിന്ന് ടെസ്റ്റേം, ഇന്നർ ഇന്റഗ്മെന്റിൽ നിന്ന് എന്ത് ചെയ്യും, ടെഗ്മനും ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ സീഡ്സിന്റെ 2 കോട്ട്. ഇനി നോക്കിക്കേ, ഇനി ഇത് കൂടാതെ നമുക്കിപ്പോ ഇതൊരു സീഡ്, നമുക്ക് ഇങ്ങനെ ഒരു സീഡ് നിൽക്കുവാണെങ്കിൽ ഈ സീഡിന്റെ ഉള്ളിൽ എന്ത് വന്നു, ഇപ്പൊ 2 എംബ്രിയോ, 2 കോട്ടിഡൻസ് വന്നു. നെക്സ്റ്റ് എന്താ ഉള്ളത്, ഇങ്ങനെ 2 സീഡ് കോട്ട് വന്നു അല്ലെ. നെക്സ്റ്റ് എന്താ ഉള്ളത്, ഇവിടെ ചെറിയൊരു ഓപ്പനിങ് ഉണ്ടാവും. സീഡ്സിന് ഒരു ഓപ്പനിങ് ഉണ്ട്. ഈ ഓപ്പനിങ്ങിനെ പറയുന്ന പേരാണ് മൈക്രോപൈൽ എന്ന് പറയും. സീഡ്സിനുള്ള ഓപ്പനിങ് ആണ് മൈക്രോപൈൽ. നമ്മൾ പഠിച്ചതാണ് അല്ലെ. എന്താ മൈക്രോപൈൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓവ്യൂളിന്റെ ഓപ്പനിങ് അല്ലെ. അപ്പൊ ഇത് സീഡായിട്ട് മാറുമ്പോ ഓപ്പനിങ് അവിടെ ഓൾറെഡി ഉണ്ടാവും. ഈ ഓപ്പനിങ്ങിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, അതിന് മെയിൻ ആയിട്ട് എൻട്രി ഓക്സിജന്റെയും വാട്ടറിന്റെയും ഒക്കെ ഉണ്ട്. സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം, ഓക്സിജൻ വേണം. ഒപ്പം തന്നെ എന്ത് ചെയ്യും, വാട്ടർ ആദ്യം തന്നെ അബ്സോർബ് ചെയ്യും. അപ്പൊ ഈ വാട്ടർ ഒക്കെ എൻ്റർ ചെയ്യുന്നത് ഏതിൽ കൂടെയാണ്, നമ്മുടെ ഈ മൈക്രോപൈലിൽ കൂടെയാണ്. ഇനി നോക്കിക്കേ, ഇപ്പൊ നമ്മൾ ഓവ്യൂള് നമ്മൾ ഡയഗ്രാം വരച്ചപ്പോ ഓർക്കുണ്ടാവും, ഇതാണ് ഓവ്യൂളിന്റെ സ്റ്റോക്ക് അല്ലെ. ഓവ്യൂളിന്റെ സ്റ്റോക്കിന് എന്താ പറയുന്നത്, ഫ്യൂണിക്കിൾ എന്ന് പറയും. ഈ ഫ്യൂണിക്കിളും ഈ ബോഡിയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തിന് എന്താ പറയുന്നത്, ഹൈലം എന്ന് പറയും അല്ലെ. അപ്പൊ എന്താ ചെയ്യും, ഈ ഓവ്യൂള് നേരെ സീഡായിട്ട് മാറുമ്പോ ഈ ഹൈലം എന്തായിട്ട് മാറും, ഈ സീഡ് കോട്ടിൽ ഒരു ചെറിയൊരു സ്കാർ പോലെയായിട്ട് മാറും. ഈ സ്കാറിനെ പറയുന്ന പേരാണ് ഹൈലം. ഹൈലം എന്താണ് ശരിക്കും, ഇവിടെ ഈ ഹൈലത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോക്ക് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്. അത് സീഡ് ആവുമ്പോഴും അവിടെ തന്നെ നിൽക്കും. ദാറ്റ് ഈസ് കോൾഡ് ഹൈലം എന്ന് പറയും. ഇനി ഓൾറെഡി നോക്കിക്കേ, നമുക്ക് പെരിസ്പേം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്താണ് ന്യൂസിലസ്. സാധാരണ കേസ് നമ്മുടെ എംബ്രിയോ സാക്ക് എൻലാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ന്യൂസിലസ് ഡിജനറേറ്റ് ചെയ്ത് പോകും. പക്ഷെ ചില പ്ലാന്റ്സിൽ എന്ത് ചെയ്യും, അത്ര ഡിജനറേറ്റ് ചെയ്യാതെ കുറച്ച് അവിടെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കും. ഈ പെർസിസ്റ്റ് ചെയ്യുന്ന ന്യൂസിലസിനെ പറയുന്ന പേരാണ് പെരിസ്പേം എന്ന് പറയും. നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കുക, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. പെർസിസ്റ്റന്റ് ന്യൂസിലസ് അല്ലെങ്കിൽ റെമനൻസ് ഓഫ് ന്യൂസിലസ് ദാറ്റ് ഈസ് കോൾഡ് പെരിസ്പേം എന്ന് പറയും. അത് കാണുന്നതാണ് നമുക്ക് എന്ത്, ബ്ലാക്ക് പെപ്പറിലാണ് നമ്മുടെ ടിപ്പിക്കൽ എക്സാമ്പിൾ. ചെറിയൊരു നമ്മുടെ ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെറിയൊരു റെമനന്റ് പാർട്സ് ആയിട്ട് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് പെരിസ്പേം. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് ഒരു സീഡ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ എംബ്രിയോയുടെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു. എംബ്രിയോ കൂടാതെ അതിന്റെ ചുറ്റും ഒരു സീഡ് കോട്ട്, പിന്നെ മൈക്രോപൈൽ, ഹൈലം, പിന്നെ അതിന്റെ എന്തുണ്ടാവും, ഒരു പെരിസ്പേമും കൂടിയും വരാം. ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, സീഡ്സിന്റെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സീഡ്സിനെ നമുക്ക് കോട്ട്ലിഡൻസിന്റെ ബേസിൽ എന്ത് ചെയ്യാം, അതിന് ഡൈക്കോട്ട് മോണോകോട്സ് എന്ന് പറയാം. എൻഡോസ്പേമിന്റെ ബേസിൽ എന്ത് ചെയ്യാം, അതിന് എൻഡോസ്പേമസ്, നോൺ എൻഡോസ്പേമസ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നോക്കാം, നെക്സ്റ്റ് നമ്മൾ എംബ്രിയോ പഠിച്ചപ്പോ എംബ്രിയോ പറഞ്ഞ എന്താണ്, ഡൈക്കോട്ട് എംബ്രിയോ ഉണ്ട്, മോണോകോട്ട് എംബ്രിയോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീഡ്സിലും എന്തുണ്ട്, ഡൈക്കോട്ട് സീഡും ഉണ്ട്, മോണോകോട്ട് സീഡും ഉണ്ട്. സ്ട്രക്ചർ ഒക്കെ നമ്മൾ പറഞ്ഞ സെയിം തന്നെ. ഇപ്പൊ ഡൈക്കോട്ട് സീഡ്സിലാണെങ്കിൽ എന്താ ഉണ്ടാവുക, ഡൈക്കോട്ടിലാണെങ്കിൽ നമുക്ക് 2 കോട്ട്ലിഡൻസ്, പിന്നെ ഒരു എംബ്രിയോണൽ ആക്സിസ്. ഇത്രയും പോർഷൻ ഏതായിരുന്നു, ഇത് രണ്ടും നമുക്ക് എംബ്രിയോയുടെ സ്ട്രക്ചർ തന്നെയാണ്. നെക്സ്റ്റ് അതിനൊരു സീഡ് കോട്ട് അല്ലെ. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഡൈക്കോട്ടാണ് അല്ലെ. ഡൈക്കോട്ടിൽ എന്താണ്, 2 കോട്ട്ലിഡൻസ് വന്നു, പ്ലിമ്യൂൾ, റാഡിക്കൽ. ദെൻ നെക്സ്റ്റ് കണ്ടോ, ഇതാണ് നമുക്ക് മൈക്രോപൈൽ. കണ്ടോ, ഒരു ചെറിയ ഓപ്പനിങ് ഉണ്ട്, മൈക്രോപൈൽ എന്ന് പറയും. അതിനോടൊപ്പം തന്നെ ഒരു പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, സീഡ്. അപ്പൊ നമുക്ക് എന്താണ്, ഈ സീഡ്സിനെ നമ്മൾ എന്താണ്, ബേസ്ഡ് ഓൺ കോട്ട്ലിഡൻസ്, കോട്ട്ലിഡൻസിന്റെ നമ്പർ നോക്കിയിട്ടാണ്, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കോട്ട്ലിഡൻസ് ആണ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യും, ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് എന്ന് പറയും. ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട്. അപ്പോ 2 എണ്ണാണെങ്കിൽ ഡൈക്കോട്ട്, 1 എണ്ണാണെങ്കിൽ മോണോകോട്ട്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ഇതാണ് നമ്മൾ മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ. കണ്ടോ, മോണോകോട്ട് സീഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സീഡ് കോട്ടും ഫ്രൂട്ട് ബോളും കൂടി ഒരുമിച്ച് അങ്ങ് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മൾ ഡൈക്കോട്ട് പറയുന്ന പോലെ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോക്കിക്കേ, ഇതിൽ കണ്ടോ, ഇപ്പൊ നമുക്ക് ഡൈക്കോട്ട് സീഡ്, മോണോകോട്ട് സീഡ്സ് നോക്കുമ്പോൾ കണ്ടോ, എംബ്രിയോ എന്ന് പറയുന്ന ഭാഗം ആകെ ഇത്രയേ ഉള്ളൂ. കണ്ടോ, അതേസമയം മേജർ പോർഷൻ നിൽക്കുന്നത് എന്താണ്, എൻഡോസ്പേം ആണ്. പിന്നെ ഫ്രൂട്ട് ബോളും സീഡ് കോട്ടും കൂടി ക്ലോസ്ലി അറ്റാച്ച് ചെയ്ത് നിൽക്കും. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ നമ്മൾ എൻഡോസ്പേം കാണിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും കാണിക്കാത്തത്, ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എൻഡോസ്പേം ഫുള്ളി അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തു.
അതേസമയം മോണോകോട്സിൽ അങ്ങനെയല്ല, എത്ര എംബ്രിയോ യൂസ് ചെയ്താലും എൻഡോസ്പോം ബാക്കി അവിടെ ഓൾറെഡി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കുക, ഇപ്പൊ മോണോകോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ നോക്കി നിങ്ങൾ +1 പഠിച്ച സെയിം സ്ട്രക്ചർ തന്നെയാണ് മോണോകോട്ട് എംബ്രിയോയുടെ, അല്ലെങ്കിൽ മോണോകോട്ട് എംബ്രിയോയുടെ കാണുന്ന മോണോകോട്ട് സീഡിന്റെ ഉള്ളിൽ അല്ലെ. അപ്പൊ മോണോകോട്ട് സീഡ്സിൽ നമ്മൾ നോക്കിക്കേ, ഈ ഏറ്റവും ഔട്ടർ കണ്ടോ, ഈ ഫ്രൂട്ട് വോളും നമ്മുടെ സീഡിന്റെ കോട്ടും ഫ്രൂട്ട് വോളും കൂടി ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ സീഡ് കോട്ട് ആൻഡ് ഫ്രൂട്ട് വോൾ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കൊടുക്കുന്നത്. പക്ഷെ ഡൈക്കോട്ടിലാണെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് സീഡ് കോട്ടിനെയും ഫ്രൂട്ട് വോളിനെയും നമുക്ക് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. മോണോകോട്ടിൽ അങ്ങനെ പറ്റില്ല. ഈ സീഡ് കോട്ടും ഫ്രൂട്ട് വോളും കൂടി ഇങ്ങനെ ക്ലോസ്ലി അറ്റാച്ച് ചെയ്ത് നിൽക്കും. അതാണ് നമുക്ക് ഏറ്റവും ഔട്ടർ മോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ഈ സീഡ്സിന്റെ മേജർ പോർഷൻ ആരാണ്? നമുക്ക് എൻഡോസ്പോം ആണ് ഇതിന്റെ മേജർ പോർഷൻ. അതുകൊണ്ടാണ് നമ്മൾ മോണോകോട്ടിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ നമ്മുടെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റിന്റെ റിച്ചസ്റ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മേജർ പോർഷൻ, ഇത്രയും പോർഷൻ കണ്ടോ, ഇത്രയും പോർഷൻസ് എന്തായി, എൻഡോസ്പോം ആണ്. നോക്കിക്കേ, ഈ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത് വരുന്നുള്ളൂ ഇതിന്റെ, ഇതാണ് സ്ക്യൂട്ടല്ലം. സ്ക്യൂട്ടല്ലം എന്താന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി സിംഗിൾ ഷീൽഡ് ഷേപ്പ് ആയിട്ടുള്ള കോട്ട്ലിഡൻ. സിംഗിൾ കോട്ട്ലിഡനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടല്ലം. കണ്ടോ, ഇത്രയും ചെറിയൊരു ഭാഗം മാത്രമാണ് അതിന്റെ എന്ത് കാണുള്ളൂ, കോട്ട്ലിഡൻ കാണുള്ളൂ. ബാക്കി ഈ പറയുന്ന ഇത്രയും ഭാഗം എന്താണ്, അതിന്റെ എംബ്രിയോണൽ ആക്സിസ് ആണ്. എംബ്രിയോണൽ ആക്സിസിന്റെ പോർഷൻസ് എന്തൊക്കെയാ, പ്ലിമ്യൂൾ, റാഡിക്കിൾ, പിന്നെ നമുക്ക് എന്താണ് കോളിയോറൈസ, കോളിയോപ്റ്റൽ, പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഇവിടെ ഒരു റൂട്ട് ക്യാപ്പും കൂടി കൊടുക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഡൈക്കോട്ടും മോണോകോട്ട് സീഡ്സ് തമ്മിൽ ഒരു ഡിഫറൻസ് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം. ഡൈക്കോട്ട് സീഡ്സിലാണെങ്കിൽ 2 കോട്ട്ലിഡൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സീഡ് കോട്ടിന്റെ 2 ലെയേഴ്സ് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ മോണോകോട്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സീഡ് കോട്ടും ഫ്രൂട്ട് വോളും കൂടി ഇങ്ങനെ ക്ലോസ്ലി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ക്ലിയർ ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സീഡ് കോട്ടും ഫ്രൂട്ട് വോളും കൂടി ഒരുമിച്ച് കൊടുത്തു. മേജർ പോർഷൻ എന്താണ്, അതിന്റെ എൻഡോസ്പേം ആണ്. പിന്നെ എന്തൊക്കെയുള്ളത്, നമ്മള് മോണോകോട്സിലാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരു സിംഗിൾ കോട്ട്ലിഡൻ മാത്രമേ ഉള്ളൂ. സിംഗിൾ കോട്ട്ലിഡൻ, അതിനെയാണ് എന്ത് കൊടുത്തത്, സ്ക്യൂട്ടല്ലം എന്ന് കൊടുത്തു. പിന്നെ നമ്മുടെ എംബ്രിയോണൽ ആക്സിസ്. നെക്സ്റ്റ് എന്താണ്, നമുക്ക് സീഡ് കോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണില്ല. കാരണം എന്താ, സീഡ് കോട്ടും ഫ്രൂട്ട് വോളും കൂടി ജോയിൻ ചെയ്ത് നിൽക്കുക, ഇത് ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് നോക്കിക്കേ, ഇവിടെ ഒരു സെപ്പറേറ്റിംഗ് ലെയർ കാണാൻ പറ്റും. ഏതാ നോക്കാം, ഈ സെപ്പറേറ്റിംഗ് ലെയർ കണ്ടോ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു സെപ്പറേറ്റിംഗ് ലെയർ ഉണ്ട്. ഈ സെപ്പറേറ്റിംഗ് ലെയറിനെ പറയുന്ന പേരാണ്, നമ്മുടെ എൻഡോസ്പേമിനെയും എംബ്രിയോനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ലെയറിനെ പറയുന്ന പേരാണ് എലൂറോൺ ലെയർ എന്ന് പറയും. എലൂറോൺ ലെയർ നമ്മൾ എലൂറോപ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അതേപോലെ എന്തിനു സ്റ്റോർ ചെയ്യുന്നതാണ്, പ്രോട്ടീൻസിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് ഒരു എലൂറോൺ ലെയറും കൂടി നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് വരും. എലൂറോൺ ലെയർ എന്തിനു വേണ്ടിയിട്ടാണ് അലൂറോൺ ലെയർ വരുന്നത്, ഇത് മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്, പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ലെയർ ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഈ പ്രോട്ടീനേഷ്യസ് ലെയർ ആണ് എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മുടെ എൻഡോസ്പേമിനെയും എംബ്രിയോനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ. അലൂറോൺ ലെയർ ആരെയും സെപ്പറേറ്റ് ചെയ്യുന്നത്, ദാറ്റ് സെപ്പറേറ്റ് എംബ്രിയോ ആൻഡ് എൻഡോസ്പേം. എൻഡോസ്പേമിനെയും എംബ്രിയോനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ ആണ് നമുക്ക് എലൂറോൺ ലെയർ. അപ്പൊ ഇതാണ് നമുക്ക് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് എംബ്രിയോ തമ്മിൽ ഡിഫറൻസ്. അപ്പൊ നമുക്ക് മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് എംബ്രിയോ അല്ലെങ്കിൽ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സീഡ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സീഡ്സിന് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു എന്ത്, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കോട്ട്ലിഡൻസ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ എന്താണ്, ബേസ്ഡ് ഓൺ ദി presence and absence of endosperm. They are considered as the endospermous and non-endospermous seeds. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഈ നോൺ എൻഡോസ്പേമസ് സീഡ്സിനെ പറയുന്ന വേറൊരു പേരാണ് നോൺ ആൽബുമിനസ് എന്ന് പറയും. ആൽബുമിനസ് എന്ന് വെച്ചാൽ
എൻഡോസ്പേം തന്നെയാണ് നമ്മുടെ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഇത് സ്റ്റോർ ചെയ്യുന്നത്. എൻഡോസ്പേമിലാണ് എന്ത് ചെയ്യുന്നത്, അതിന് ന്യൂട്രീഷ്യൻസ് സ്റ്റോർ ചെയ്യുന്ന ലെയർ. അപ്പൊ നോക്കിക്കേ, നമുക്ക് നോൺ എൻഡോസ്പേമസ് അല്ലെങ്കിൽ നോൺ ആൽബുമിനസ് എന്ന് പറഞ്ഞ എന്താണ്, എൻഡോസ്പേം അവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസ്പേം ഫോം ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. എൻഡോസ്പേം ആര് യൂട്ടിലൈസ് ചെയ്യും, എൻഡോസ്പേം ഈസ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ്. ആര് യൂട്ടിലൈസ് ചെയ്യുന്നത്, ബൈ എംബ്രിയോ. എംബ്രിയോ ഈ എൻഡോസ്പേമിനെ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്തില്ല, ശരിക്കും നമുക്ക് എൻഡോസ്പേം ഇല്ല. അതേസമയം ഇവിടെ എന്താണ്, എൻഡോസ്പേമസ് സീഡ്സ്, ആ വേർഡിന്റെ അർത്ഥം തന്നെയാണ് അവിടെ ഉള്ളത്, എന്താണ്, ആൽബുമിനസ്, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് എൻഡോസ്പേമസ് സീഡ്സ് എന്ന് പറയും. എൻഡോസ്പേമസ് സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇവിടെ എന്തുണ്ട്, എൻഡോസ്പേം ഓൾറെഡി ഉണ്ട്. എംബ്രിയോ യൂട്ടിലൈസ് ചെയ്താലും എൻഡോസ്പേം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോ ഈ നോൺ എൻഡോസ്പേം അല്ലെങ്കിൽ നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമസ് സീഡ്സിൽ എന്താണ്, എൻഡോസ്പേം ആര് യൂസ് ചെയ്തു, എംബ്രിയോ യൂസ് ചെയ്തു. അപ്പൊ ഇനി സീഡ്ലിംഗ് ഗ്രോത്തിനുള്ള ഫുഡ് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, എൻഡോസ്പേം ഇല്ല. അപ്പൊ അതെന്തുകൊണ്ട് എന്താണ്, ഇവര് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, കോട്ട്ലിഡൻസിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എഡിബിൾ ആയിട്ട് നമ്മളെ നോൺ എൻഡോസ്പേമസ് അല്ലെങ്കിൽ നമുക്ക് നോൺ ആൽബുമിനസ് സീഡ്സിൽ നമ്മൾ എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഭാഗം ഏതാണ്, കോട്ട്ലിഡൻസ് ആണ്. കാരണം അതിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ട് നട്ട് അല്ലെങ്കിൽ നമ്മുടെ കാഷ്യൂ നട്ട്, പീനട്ട്, അതിലൊക്കെ നമ്മൾ എന്താണ്, കോട്ട്ലിഡൻസ് ആണ് നമ്മൾ എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന. കാരണം അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഇവിടെ ആണെങ്കിൽ എന്താ പ്രത്യേകത, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, നേരെ എൻഡോസ്പേമിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ള സീഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, എൻഡോസ്പേമിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻഡോസ്പേം ആണ്. അതാണ് നമ്മൾ വീറ്റ്, റൈസ്, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മെയ്സിലൊക്കെ നമുക്ക് എൻഡോസ്പേം നമ്മൾ എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ കേസിൽ ഒരുവിധം മെജോറിറ്റി ഓഫ് മോണോകോട്സ് എന്താണ്, എൻഡോസ്പേമസും മെജോറിറ്റി ഓഫ് ഡൈക്കോട്സ് എന്താണ്, നോൺ എൻഡോസ്പേമസ് എന്നാ പറയാ. പക്ഷെ അതിന് ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. ഇപ്പൊ നമ്മൾ മോണോകോട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ റൈസ്, വീറ്റ്, കൊക്കനട്ട്, ഇതൊക്കെ നമുക്ക് എന്താണ്, എൻഡോസ്പേമസ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മെജോറിറ്റി ഓഫ് മോണോകോട്സ് എന്താണ്, എൻഡോസ്പേമസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് എക്സെപ്ഷണൽ കേസ് ആയിട്ട് ചില ഡൈക്കോട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കാസ്റ്റർ, ആവണക്ക് എന്ന് പറയും. ഈ കാസ്റ്റർ എന്താണ്, ശരിക്കും ഡൈക്കോട്ട് ആണ്. പക്ഷെ അതിന് എന്തിനാ എക്സാമ്പിൾ ആണ്, എൻഡോസ്പേം ഉള്ള ഒരു ഡൈക്കോട്ട് സീഡ് ആണ്. അതേപോലെ മേജർ ആയിട്ടുള്ള ഡൈക്കോട്സ് ഒക്കെ ഒരുവിധം എല്ലാം എന്ത് തന്നെയാണെന്നാ പറയണത്, നോൺ ആൽബുമിനസ് ആണ്. പക്ഷെ അതിലും എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നമുക്ക് ഡൈക്കോട്ട് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഡൈക്കോട്ട് ആണ്. പക്ഷെ നമ്മൾ ഈ മോണോകോട്സിൽ വരുന്ന ആരാണ്, നമ്മുടെ ഓർക്കിഡ്സ്. മോണോകോട്സിൽ വരുന്ന നമുക്ക് ഓർക്കിഡ്സിലൊക്കെ എന്താണ്, എൻഡോസ്പേം ഇല്ല. അതായത് നോൺ എൻഡോസ്പേമസ് അല്ലെങ്കിൽ നോൺ ആൽബുമിനസ് ടൈപ്പ് ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ എന്ത് പറയാം, മെജോറിറ്റി ഓഫ് ഡൈക്കോട്സ് നോൺ എൻഡോസ്പേമസും മെജോറിറ്റി ഓഫ് മോണോകോട്സ് എന്താണ്, എൻഡോസ്പേമസ് ആണെന്ന് പറയാം. പക്ഷെ അതിനും എക്സെപ്ഷണൽ കേസുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. ഡൈക്കോട്ട് ആണ്, പക്ഷെ അതെന്താണ്, അത് നമുക്ക് ആൽബുമിനസ് അല്ലെങ്കിൽ എൻഡോസ്പേമസ് സീഡ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഏതായിരുന്നു, നമ്മുടെ സീഡ്സിന്റെ ഡൈക്കോട്ട് സീഡും മോണോകോട്ട് സീഡും അതുപോലെ തന്നെ നമുക്ക് എൻഡോസ്പേമസ് ആൻഡ് നോൺ എൻഡോസ്പേമസ് സീഡ്സ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ നോക്കി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, സീഡ്സ് ഏത് പോർഷൻ ആയിട്ടാണ് വരുന്നത്, നമ്മുടെ ഓവ്യൂള് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്തായിട്ട് മാറും, സീഡായിട്ട് മാറും. സീഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താണ്, അത് നമ്മുടെ എംബ്രിയോനെ എൻക്ലോസ് ചെയ്യും. എൻക്ലോസ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് എന്തും കൂടി ഉണ്ടാവും, ഒരു സീഡ് കോട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് കോട്ടിഡൻസിന്റെ ബേസിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും, ഡൈക്കോട്ടും മോണോകോട്സും. ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് എൻഡോസ്പേം എന്ത് കൊടുക്കാം നമുക്ക്, എൻഡോസ്പേമസ് ആൻഡ് നോൺ എൻഡോസ്പേമസ്. വേർഡ് തന്നെയാണ് എക്സ്പ്ലനേഷൻ. എൻഡോസ്പേം ഉണ്ടെങ്കിൽ എൻഡോസ്പേമസ്, ഇല്ല വെച്ചാൽ അതിനെ നോൺ എൻഡോസ്പേമസ് എന്ന് പറയും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, എൻഡോസ്പേം ഫോം ചെയ്തില്ല എന്നല്ല അർത്ഥം, ഓൾറെഡി യൂട്ടിലൈസ് ചെയ്തു പോയി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അവർ ടുഡേസ് പോർഷൻ. സോ നെക്സ്റ്റ് നമുക്ക് എന്താ ഉള്ളത്, ഇനി നമ്മുടെ കുറച്ച് കാര്യങ്ങളും കൂടി ബാക്കിയുള്ള കുറച്ച് ടേംസുകളും കൂടിയുള്ളൂ. അത് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്താൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ താങ്ക് യു.